ഫെബ്രുവരി 28-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേതെന്ന് വെച്ചാൽ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓൾ പാർട്ടി മീറ്റിംഗ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള MK സ്റ്റാലിൻ വിളിക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എഡിറ്റോറിയലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു എഡിറ്റോറിയൽ കൃത്യമായിട്ട് എന്താണ് ഈ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കാനുള്ള കാരണം, എന്താണ് തമിഴ്നാടിൻ്റെ കൺസേൺ എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും എഡിറ്റോറിയലിന്റെ ബേസിൽ നമുക്ക് ഒന്നുകൂടി ആ ഒരു ടോപ്പിക്കിലേക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വാർത്തയുടെ അല്ലെങ്കിൽ എഡിറ്റോറിയലിന്റെ കാരണം എന്ന് വെച്ചാൽ MK സ്റ്റാലിൻ വിളിച്ചുള്ള ആ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് തന്നെയാണ് ഡീലിമിറ്റേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 1970-കളിൽ ഇന്ത്യയിലെ പോപ്പുലേഷൻ കൺട്രോളിന്റെ ഭാഗമായിട്ട് ഈ ഒരു പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് ഇഫക്റ്റീവ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു സീറ്റുകളുടെ എണ്ണം 1973 ശേഷം മാറ്റിയിട്ടില്ല. അതായത് 1971 സെൻസസ് ഡാറ്റ പ്രകാരമുള്ള പോപ്പുലേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള സീറ്റുകളാണ് നിലവിൽ ഓരോ സംസ്ഥാനങ്ങളും ലോകസഭയിലേക്കുള്ളത്. എന്നാൽ ഈ ഒരു ഡാറ്റ, ഈ ഒരു സീറ്റുകളുടെ എണ്ണം മാറ്റാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് അടുത്ത സെൻസസ് വരികയും ആ സെൻസസിന്റെ ഡാറ്റ വന്നതിന് ശേഷം ഇത് മാറ്റാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള അഭ്യൂഹവുമാണ്, ഡീലിമിറ്റേഷൻ പ്രോസസ് നടക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ട അഭ്യൂഹമാണ് ഇത്തരത്തിലുള്ള ഒരു കൺസേൺ റേസ് ചെയ്യാൻ കാരണമായിട്ടുള്ളത്. പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് കുറവാണ്. അതേസമയത്ത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുതലാണ്. അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുതലുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജസ് ആയിരിക്കും ഇപ്പോൾ ഡീലിമിറ്റേഷൻ നടത്തിയിട്ട് സീറ്റുകൾ മാറ്റിയാൽ എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ 84-ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് 2026 ശേഷം മാത്രമേ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ 2021 സെൻസസ് ഇതുവരെ നടത്തിയിട്ടില്ല. ഈ ഒരു സെൻസസ് ഡിലേ ചെയ്ത് കൊണ്ടുവന്ന് 2026 ശേഷം നടത്തുന്നതിന് വേണ്ടിയിട്ടും അതിനുശേഷം അത് വെച്ചിട്ട് ഡീലിമിറ്റേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നേ തന്നെ കൺസേൺസ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തുകൊണ്ടാണ്. ഇപ്പൊ യൂണിയൻ ഗവൺമെന്റ് പറഞ്ഞു വെച്ചാൽ ഈ ഒരു സെൻസസ് ഡിലേ ചെയ്യുന്നത് എന്നുള്ളത് നേരത്തെ ഡീലിമിറ്റേഷൻ ചെയ്യാം എന്നുള്ള രീതിയിലാണ് യൂണിയൻ ഗവൺമെന്റ് ഡിലേ ചെയ്യുന്നതെന്നാണ് ആൾക്കാർ കൺസേൺ റേസ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ തമിഴ്നാടുവിന്റെ വറി എന്താണെന്ന് വെച്ചാൽ, തമിഴ്നാടുവിന്റെ അല്ല, മൊത്തം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുടെയും വറി എന്താണെന്ന് വെച്ചാൽ, അതായത് ഡീലിമിറ്റേഷൻ പ്യൂർലി ബേസ്ഡ് അപ്പോൺ ദ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്, പോപ്പുലേഷൻ ഡാറ്റ വെച്ചിട്ടാണ് നടത്തുന്നതെങ്കിൽ പാർലമെന്ററി സീറ്റുകളുടെ എണ്ണം, ലോകസഭാ സീറ്റുകളുടെ എണ്ണം സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ചും തമിഴ്നാടുവിനൊക്കെ കുറയും എന്നുള്ളതാണ്. കമ്പയർഡ് ടു ബീഹാർ, അവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് വളരെ കൂടുതലാണ്. 1971 മുതൽ 2024 വരെയുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ തമിഴ്നാടുവിലെ ഇലക്ടോറേറ്റിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 171% വർദ്ധിച്ചിട്ടുള്ളത്. അതായത് അന്നുണ്ടായതിന്റെ 1.71 മടങ്ങാണ്. അതേസമയത്ത് ബീഹാറിലാണെങ്കിൽ ഇത് 233%, 2.33 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. രണ്ട് സംസ്ഥാനങ്ങൾക്കും ഒരേ നമ്പർ MPs ആണുള്ളത്. പക്ഷെ പുതിയ പോപ്പുലേഷൻ ഡാറ്റ വെച്ചിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ തമിഴ്നാടിന് കുറവ് സീറ്റും ബീഹാറിന് കൂടുതൽ സീറ്റുമായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഹോം മിനിസ്റ്റർ അമിത് ഷാ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ സൗത്തേൺ സ്റ്റേറ്റുകളുടെ റെപ്രസെന്റേഷൻ ഒരിക്കലും കുറക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അതായത് സൗത്തേൺ സ്റ്റേറ്റുകളുടെ റെപ്രസെന്റേഷൻ കുറക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തേൺ സ്റ്റേറ്റുകളുടെ റെപ്രസെന്റേഷൻ ചിലപ്പോൾ കൂട്ടാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാം എന്ന് കൂടി ഓർത്തു വെക്കണം തന്നെ. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം സംസ്ഥാന സ്റ്റേറ്റുകൾക്ക് അവരെ സീറ്റുകളുടെ എണ്ണം കുറയുക അല്ലെങ്കിൽ നോർത്തേൺ സ്റ്റേറ്റുകൾക്ക് കൂടുതൽ സീറ്റുകൾ അനുവദിക്കുക എന്ന് പറയുന്നത് ഫെഡറൽ ഇംബാലൻസിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഫെഡറൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വളരെ അത്യാവശ്യമാണ് ഈ സീറ്റുകൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ സെൻസസ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ നടത്തണം. കാരണം ഈ ഒരു സസ്പീഷൻ, അതായത് സെൻസസ് ഡിലേ ചെയ്യുന്നത് ഡീലിമിറ്റേഷന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെൻസസ് പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്ന വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആ ഒരു ലോ അത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ടോപ്പിക് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഈ ഒരു ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് EC ലോ 2023 കൊണ്ടുവരുന്നത് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആർട്ടിക്കിൾ 324 ക്ലോസ് 5 പ്രകാരമാണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്നും കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്, പക്ഷെ സെലക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ 2023 സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അതായത്
ഒരു ഹൈ പവർ കമ്മിറ്റി ആയിരിക്കണം ഈ ഒരു ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്, തെരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ളത്. പ്രധാനമന്ത്രി, ലീഡർ ഓഫ് ഓപ്പോസിഷൻ, അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. 3 പേരാണ് അതിന്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ പ്രീവിയസ്ലി ഉള്ള അപ്പോയിന്റ്മെന്റുകളെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇത് പ്രധാനമായിട്ടും ഇമ്പാർഷ്യാലിറ്റി എന്നുള്ള ഒരു വിഷയത്തിന് മേലെ കൺസേൺ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇമ്പാർഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരാളെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിക്കും. ആ ഇലക്ഷൻ കമ്മീഷണർ ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളൊരു കൺസേൺ ആണ് റേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിലാണ് അവിടെ ഒരു ഒരു ഇമ്പാർഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു പാർഷ്യാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി, ലീഡർ ഓഫ് ഓപ്പോസിഷൻ, ഓപ്പോസിഷൻ ഭരിക്കുന്ന പാർട്ടിയും എതിർ പാർട്ടിയും, അതുപോലെ തന്നെ ഒരു ന്യൂട്രൽ ഏജന്റ് ആയിട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നോമിനി എന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ എന്നാൽ അതിനുശേഷം ഒരു ലോ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലോയിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ ക്യാബിനറ്റ് മിനിസ്റ്റർ, അതായത് ലോ മിനിസ്റ്ററെ ക്യാബിനറ്റ് മെമ്പർ, ഈ ഒരു മെമ്പർ ആയിട്ട് മാറ്റി. അപ്പോൾ നിലവിലുള്ള ലോ പ്രകാരം 3 പേരാണ്. ഒന്ന് പ്രധാനമന്ത്രിയാണ്, മറ്റൊന്ന് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആണ്, മറ്റൊന്നാണ് മിനിസ്റ്റർ ഓഫ് ലോ മിനിസ്റ്റർ ആണ്. അതായത് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് ലോ മിനിസ്ട്രിയാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു ലോയെ സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സുപ്രീം കോടതിയുടെ ഡയറക്ഷനെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്ന് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് നടത്തുന്നതിന് വേണ്ടി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ഇൻപ്രീച്ചബിൾ ആയിട്ടുള്ള, ആരും കുറ്റം പറയാത്ത ഇന്റഗ്രിറ്റി അതുപോലെ ഇമ്പാർഷ്യാലിറ്റി കാണിക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥാപനമാണ്, ഭരണഘടനാ സ്ഥാപനമാണെന്ന് പറയാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ലോ പ്രകാരം ഒരു ഭരിക്കുന്ന ഗവൺമെന്റിന് മെജോറിറ്റി ഉള്ള, കാരണം പ്രധാനമന്ത്രിയും ലോ മിനിസ്റ്ററും ഉണ്ട്, അപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റിന് മെജോറിറ്റി ഉള്ള ഒരു കമ്മിറ്റിയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ഈ ഒരു ഒബ്ജക്റ്റീവ് അസസ്മെന്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അസസ്മെന്റ് നടക്കില്ല എന്നുള്ളൊരു കൺസേൺ ആണ് റേസ് ചെയ്യുന്നതായിട്ടുള്ളത്. ഈ ഒരു കമ്മിറ്റിയുടെ സ്ട്രക്ചറും അതുപോലെ തന്നെ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ നോമിനേഷൻ ബൈ ദ പ്രൈം മിനിസ്റ്ററും എല്ലാം തന്നെ ഈ ഒരു പ്രോസസ്സിന്റെ എന്തിനാണോ കോടതി അതിൽ ഇടപെട്ടത് അതിന്റെ ഫെയർനെസ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അതിനെ തന്നെ അണ്ടർമൈൻ ചെയ്യുന്ന ഒരു പ്രോസസ് ആയിട്ടാണ് ഇവിടെ ഓതർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടും ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൺസ്റ്റിറ്റ്യൂഷനിൽ അൺസസ്റ്റൈനബിൾ ആണ് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ബയാസ്ഡ് ആയിട്ടുള്ള കമ്മിറ്റി കോമ്പോസിഷൻ ആണ്. അതായത് ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്നത് കിട്ടില്ല. കാരണം ഭരിക്കുന്ന പാർട്ടിക്ക് താല്പര്യമുള്ള ആളെ മാത്രമേ അവർ അപ്പോയിന്റ് ചെയ്യുള്ളൂ എന്നുള്ള പ്രശ്നം. അപ്പോൾ ഈ ഒരു വിഷയം സുപ്രീം കോടതി റിവ്യൂ ചെയ്യും. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷണറുടെയും അപ്പോയിന്റ്മെന്റ് പ്രോസസ്സുകൾ അത് ഫ്രീ ആൻഡ് ഫെയർ ട്രയൽ ഇലക്ഷൻ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ, കാരണം ഡെമോക്രസിയെ സംരക്ഷിക്കുക എന്നുള്ളത്, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. സോ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇലക്ഷൻ കമ്മീഷണർ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കോടതി ഇടപെടും എന്ന് തന്നെ നമുക്ക് കരുതാവുന്നതാണ്. അടുത്തൊരു വാർത്ത പറഞ്ഞു വെച്ചാൽ ഈ ഒരു കസ്റ്റം ഓഫീസേഴ്സ്, GST ഓഫീസേഴ്സിനൊന്നും തന്നെ ആർബിട്രലി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നതായിട്ടുള്ളത്. അതായത് ആർബിട്രലി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ വാറണ്ട് ഒന്നും ഇല്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നതാണ്. കസ്റ്റം ഓഫീസേഴ്സ്, GST ഓഫീസേഴ്സ് ഒന്നിനും തന്നെ അതായത് ഈ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനൊക്കെ നേരിട്ട് പോയി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും വാറണ്ട് ഇല്ലാതെ. പക്ഷെ അത്തരത്തിൽ ഈ ഒരു കസ്റ്റംസിനും GSTക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഈ ഒരു പോലീസ് ഓഫീസേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും, അണ്ടർ സസ്പീഷൻ, സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഈ GSTക്കും കസ്റ്റംസിനൊന്നും അത്തരത്തിൽ അണ്ടർ സസ്പീഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ട് ഉള്ളത്. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു വെച്ചാൽ കസ്റ്റംസിനും അതുപോലെ GST ഓഫീസേഴ്സിനും ഇൻഡിവിജ്വൽസിനെ ആർബിട്രലി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, വാറന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഓഫീസേഴ്സ് കുറച്ചുകൂടി ഹയർ ത്രഷോൾഡ് മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരാള് കുറ്റക്കാരനാണെന്ന് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ട് മാത്രം പോയിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കില്ല എന്നുള്ളതാണ് ഈ ഒരു കസ്റ്റംസിനോടും GSTയോടും പറഞ്ഞിട്ടുള്ളത്. പോലീസ് ഓഫീസേഴ്സിന് അവർക്ക് സസ്പീഷ്യനിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ കസ്റ്റംസിനും GST ഓഫീസേഴ്സിനും അവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പോയി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. കാരണം കോടതി പറഞ്ഞുള്ളത് അറസ്റ്റിംഗ് വിത്തൗട്ട് വാറന്റ് എന്ന് പറയുന്നത്, അനുമതിയില്ലാതെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ
പവർഫുൾ ആയിട്ടുള്ള ഒരു പവറാണ്, എക്സ്ട്രീം ആയിട്ടുള്ള പവറാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ കോഷ്യസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ഈ ഒരു GSTക്കും അതുപോലെ തന്നെ കസ്റ്റംസും അത്തരത്തിലുള്ള അധികാരം ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചും GST ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഒക്കെ ആർബിട്രറി ആയിട്ട് അറസ്റ്റ് ചെയ്യുന്നു. അതുപോലെ GST ആക്ടുകളുടെ കീഴിൽ, അതുപോലെ തന്നെ അവരെ ഈ ഒരു അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പണമടക്കാൻ ആവശ്യപ്പെടുന്നു തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലൊക്കെയാണ് ഈ ഒരു സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തൊരു വാർത്ത, കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെയുള്ള കാസ്റ്റ് ബയാസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അവർ കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണുള്ളത്. ഈ അതുമായി ബന്ധപ്പെട്ട് ഈ കോളേജുകളിലും മറ്റുമൊക്കെയുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഡാറ്റാസും നമുക്ക് ഈ ഒരു UGC വാർത്തയിൽ കാണാൻ വേണ്ടി പറ്റും. UGC സുപ്രീം കോടതിനെ അറിയിക്കുകയാണ്, യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഒക്കെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതീയമായിട്ടുള്ള വേർതിരിവ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ റെഗുലേഷൻസ് കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട പബ്ലിക് കമന്റുകൾ അടുത്ത് തന്നെ അതിന്റെ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് സുപ്രീം കോടതി പ്രത്യേകിച്ചും രോഹിത് വെൻമുല അതുപോലെ തന്നെ പായൽ ദദ്വി ഇവരുടെയൊക്കെ മക്കൾ എന്ന് വെച്ചാൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ കാരണം യൂണിവേഴ്സിറ്റികളിൽ ആത്മഹത്യ ചെയ്ത ആൾക്കാരാണ്. അവരുടെ പരാതിയുടെ മേലെയാണ് സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ആരോട് ചോദിച്ചിട്ടുള്ളത്, UGCയോട് ചോദിച്ചിട്ടുള്ളത് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ UGCയുടെ ഒരു എക്സ്പേർട്ട് പാനൽ ശൈലേഷ് എൻ സാലയുടെ നേതൃത്വത്തിലാണ് റെഗുലേഷൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഹയർ എഡ്യൂക്കേഷനിൽ കുറച്ചുകൂടി ഇക്വിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ പ്രൊമോഷൻ ഓഫ് ഇക്വിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേഷൻ 2025 അപ്രൂവലിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. വൺസ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ കമന്റിന് വേണ്ടി നൽകും എന്ന് കൂടി ഓർത്ത് വെക്കണം തന്നെ. അപ്പോൾ കോടതിയുടെ ഓർഡർ നേരത്തെ UGC നൽകിയിട്ടുണ്ടായിരുന്നു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ബന്ധപ്പെട്ട ഡാറ്റ UGC നൽകിയിട്ടുണ്ടായിരുന്നു. 1503 കംപ്ലൈന്റുകളാണ് UGCക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ട്. അതിൽ 1426 എണ്ണം സോൾവ് ചെയ്തിട്ടുണ്ട് എന്നും UGC അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് ആക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. കോളേജുകളിലും യൂണിവേഴ്സിറ്റികളും കൃത്യമായിട്ട് മോണിറ്ററിംഗ് നടത്തുന്നുണ്ട്, ഹെൽപ്ലെസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അൺസോൾവ്ഡ് കംപ്ലൈന്റുകളെ വളരെ വേഗത്തിൽ അഡ്രസ്സ് ചെയ്യുമെന്നും UGC പറഞ്ഞിട്ടുണ്ട്. UGC കുറച്ചുകൂടി സെൻസിറ്റിവിറ്റി കാണിക്കണമെന്നും കുറച്ചുകൂടി ട്രാൻസ്പാരന്റ് ആയി പ്രവർത്തിക്കണം എന്നുമാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടുള്ളത്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ആന്റി ഡിസ്ക്രിമിനേഷൻ മെഷേഴ്സിനെ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് നടത്താൻ വേണ്ടിയിട്ട് UGCയുടെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടാവണം എന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തത്, ഇന്ത്യയിൽ ഒലിവ് റിഡ്ലി ടേർട്ടിൽസിന്റെ നമ്പേഴ്സ് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ സെക്സ് റേഷ്യോയെ കാര്യമായിട്ട് ക്ലൈമറ്റ് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് സ്റ്റഡീസ് വരുന്നത്. അപ്പോൾ ഒലിവ് റിഡ്ലി ടേർട്ടിൽസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ട് എന്താണ് സിഗ്നിഫിക്കൻസ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഒലിവ് റിഡ്ലി ടേർട്ടിൽസ് എന്ന് പറഞ്ഞാൽ ഒരു കടലാമകളാണ്. അപ്പോൾ ഇവിടെ 16 വർഷത്തെ പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ് കാണിക്കുന്നത്. പോപ്പുലേഷൻ സ്റ്റേബിൾ ആണ്, ഗ്രോ ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നതായിട്ടുള്ളത്. എന്നാൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് കടൽ തീരത്തുള്ള സാൻഡ് ടെമ്പറേച്ചർ വർദ്ധിക്കുന്നതും അത് മോർ ഫീമെയിൽ ടേർട്ടിൽസ് ജനിക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ലോങ് ടേമിൽ അതിന്റെ പോപ്പുലേഷനെ ത്രട്ടൻ ചെയ്യുന്നു. കാരണം ഫീമെയിൽ പോപ്പുലേഷൻ വർദ്ധിക്കുന്നുണ്ട്, മെയിൽ പോപ്പുലേഷൻ കുറയുന്നുണ്ട്, സാൻഡ് ടെമ്പറേച്ചർ വർദ്ധിച്ചത് കാരണം എന്നുള്ള സ്റ്റഡീസും വരുന്നുണ്ട്. ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ദക്ഷിൺ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ്. അവർ IIScയുമായിട്ടും സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഈ ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ളതെന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൽ ഒലിവ് റിഡ്ലി, ലെതർ ബാക്ക്, ഗ്രീൻ ടേർട്ടിൽസ് തുടങ്ങിയുള്ള മറ്റ് ആമകളെ കുറിച്ചും ഒക്കെ പഠനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കൂടി ഓർത്ത് വെക്കണം തന്നെ. അപ്പോൾ ഇതിലെ ഈ ഒരു മാസം ഋഷികുല്യ എന്ന് പറഞ്ഞാൽ ഒഡീഷയിലുള്ള സ്ഥലമാണ്. ഗാഹിർമാത ഋഷികുല്യ എന്ന് പറയുന്നത് ഒഡീഷയിലുള്ള ഈ ഒരു ഒലിവ് റിഡ്ലി ടേർട്ടിൽസിന്റെ നെസ്റ്റിംഗ് ഗ്രൗണ്ട് ആണ് എന്ന് ഓർത്ത് വെക്കുക. കടലാമകളാണ്. കടലിൽ നിന്നും ഇത് കരയിലേക്ക് കയറി വന്നിട്ട് മുട്ടകൾ ഇടും എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഋഷികുല്യയിലെ ലാർജസ്റ്റ് അരിബാധ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അരിബാധ എന്ന് പറഞ്ഞുകൊണ്ട് നെസ്റ്റിംഗ് ഗ്രൗണ്ട് എന്നുള്ളതാണ് ഓർത്ത് വെക്കുക. നെസ്റ്റിംഗ് ഗ്രൗണ്ടിനെയാണ് അരിബാധ, മുട്ടകൾ ഇടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ടേർട്ടിൽസ് ആണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു ഋഷികുല്യ ബീച്ചിലേക്ക് വന്നിട്ടുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കണം തന്നെ. അപ്പോൾ ഒലിവ് റിഡ്ലി ടേർട്ടിൽസ് എന്ന് പറഞ്ഞാൽ കാർണിവോറസ് ആയിട്ടുള്ള ടേർട്ടിൽസ് ആണ്. അവരുടെ പേര് ഒലീവ് കളേർഡ് ആയിട്ടുള്ള കാരപ്പേസ് ആണ്. അതിന്റെ പുറത്തോടിന് ഒലീവ് കളറാണ്, അതായത് ഒരു പച്ച നിറത്തിലുള്ള ഷെയ്ഡാണ്. അതുകൊണ്ടാണ് ഒലിവ് റിഡ്ലി എന്ന പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവയുടെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ യുണീക്ക് ആയിട്ടുള്ള മാസ് നെസ്റ്റിംഗ് ആണ്. കൂട്ടത്തോടെ കരയിലേക്ക് കയറി വന്നുകൊണ്ട് മുട്ടയിടുന്ന ഇതിനെയാണ് അരിബാധ എന്ന് വിളിക്കുന്നത് ഓർത്ത് വെക്കേണ്ടത്. ആയിരക്കണക്കിനായിട്ടുള്ള ഫീമെയിൽസ് ആണ് ബീച്ചിലേക്ക് വന്നിട്ട് മുട്ടയിടുന്നത് 1-2 ദിവസത്തിനുള്ളിൽ എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഹാബിറ്റാറ്റ് എന്ന് വെച്ചാൽ പസഫിക് ഓഷ്യനിലും അറ്റ്ലാന്റിക് ഓഷ്യനിലും ഇന്ത്യൻ ഓഷ്യനിലുള്ള വാം വാട്ടേഴ്സിലാണ് ഇവയെ കാണുന്നതായിട്ടുള്ളത്. ഒഡീഷയിലെ ഗാഹിർമാത മറൈൻ സാങ്ച്വറി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ റൂക്കറിയാണ്. റൂക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളനി ഓഫ് ബ്രീഡിംഗ് അനിമൽസ് എന്നാണ് വിളിക്കുന്നത്. ലോകത്തിലെ ഈ ഒലിവ് റിഡ്ലി ടേർട്ടിൽസിന് ഏറ്റവും വലിയ റൂക്കറിയാണ്, ബ്രീഡിംഗ് ഗ്രൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഒഡീഷയിലെ ഗാഹിർമാത മറൈൻ സാങ്ച്വറി ആണ് എന്നുള്ള കാര്യം കൂടി
ഓർത്ത് വെക്കേണ്ടതായിട്ട്. പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഷെഡ്യൂൾ 1 പ്രകാരം പ്രൊട്ടക്റ്റഡ് ആണ്. IUCN റെഡ് ലിസ്റ്റ് പ്രകാരം വൾണറബിൾ ആണ്. സൈറ്റ്സ് പ്രകാരം അപ്പൻഡിക്സ് 1 അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മുന്നേ ഓപ്പറേഷൻ ഒലീവിയ എന്ന പേരിൽ 1980കളിൽ ഒലീവ് റിഡ്ലി ടേർട്ടിൽസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഒഡീഷ കോസ്റ്റിൽ അതിന്റെ ബ്രീഡിംഗ് നെസ്റ്റിംഗ് ഗ്രൗണ്ടുകളൊക്കെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതും കൂടി ഓർത്തുവെക്കണം. ഒലീവ് റിഡ്ലി ടേർട്ടിൽസ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ കോസ്റ്റൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ, കടൽ തീരങ്ങളിൽ സീ വാളുകൾ പണിയുന്നത്, റിസോർട്ടുകൾ പണിയുന്നത്, പോർട്ടുകൾ പണിയുന്നത് മറ്റുമൊക്കെ അതിന്റെ ബീച്ചസിനെ ഇല്ലാതാക്കുകയും അതിന്റെ നെസ്റ്റിംഗ് ഗ്രൗണ്ട് ഇല്ലാതാക്കുന്നതിന് കാരണമാകും. അപ്പോൾ ഇത് ഒലീവ് റിഡ്ലി ടേർട്ടിൽസിന്റെ പോപ്പുലേഷനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഫിഷിംഗ് ഗിയേഴ്സിൽ മത്സ്യങ്ങളെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള വലയിലും മറ്റുമൊക്കെ കുടുങ്ങിയിട്ട് ഇവ ഗിൽനെറ്റ് അല്ലെങ്കിൽ ട്രോളേഴ്സ് ലോങ് ലൈൻസിലൊക്കെ കുടുങ്ങിയിട്ട് ഇഞ്ചർ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് റക്കൂൺസ്, ക്രാബ്സ്, ബേർഡ്സ്, ഫോക്സസ് തുടങ്ങിയുള്ളവ ഒലീവ് റിഡ്ലി ടേർട്ടിൽസിന്റെ നെസ്റ്റുകളെ റെയ്ഡ് ചെയ്തിട്ട് അതിൽ നിന്ന് മുട്ടകൾ എടുത്ത് പോകാറുണ്ട്. ഇതും അവയുടെ പോപ്പുലേഷൻ ഗ്രോത്തിനെ ബാധിക്കാറുണ്ട് എന്ന് കൂടി ഓർത്തുവെക്കേണ്ടതാണ്. മറ്റൊന്ന് വാം ഓഷ്യനിലാണ് കാണുന്നത്. പക്ഷേ ഓഷ്യൻ ടെമ്പറേച്ചർ വർദ്ധിക്കുന്നതും ഇവയുടെ സെക്സ് റേഷ്യോനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാൻഡ് ടെമ്പറേച്ചർ വർദ്ധിക്കുന്നതൊക്കെ സെക്സ് റേഷ്യോനെ ബാധിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നതായിട്ടുള്ളത്. മറ്റൊന്നാണ് വെള്ളത്തിലും മറ്റുമൊക്കെ പ്ലാസ്റ്റിക് ബാഗുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇവരുടെ തൊണ്ടയിലൊക്കെ കുടുങ്ങിക്കൊണ്ട് അവർ മരണപ്പെടുന്ന അവസ്ഥയുണ്ട്. അതുപോലെ ജെല്ലി ഫിഷും മറ്റുമൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക് ബാഗുകൾ വന്ന് കുടുങ്ങുന്നതും ഒരു ഇഷ്യൂ ആണ് എന്നുള്ളതാണ്. മറ്റൊന്നാണ് ആർട്ടിഫിഷ്യൽ ലൈറ്റുമായി ബന്ധപ്പെട്ടാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റുകൾ വരുമ്പോൾ ഇവർക്ക് ബീച്ച് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ അവയ്ക്ക് സീയിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ കാരണമാകുന്നുണ്ട്. പ്രധാനമായിട്ടും ബീച്ചിൽ നിന്നും ആൾക്കാർ പോപ്പുലേഷൻ ഉള്ള ഏരിയ വില്ലേജ് ഏരിയയിലേക്കും അവിടെ ആൾക്കാർ ആമകളെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റുകൾക്ക് നൽകുന്ന ടാക്സ് ഡെവല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. നിലവിലുള്ള 41% അത് 40% കുറക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഫൈനാൻസ് കമ്മീഷനെ കോൺടാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വരുന്നുള്ളത്. എന്താണ് ആ വാർത്ത എന്നുള്ളത് ബ്രീഫ് ആയിട്ട് നോക്കാം. യൂണിയൻ ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്കുള്ള ഈ ഒരു നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സിന്റെ ഷെയർ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഫിനാൻസ് കമ്മീഷന് ഒരു റിപ്പോർട്ട് നൽകാൻ വേണ്ടി പോവുകയാണ് എന്നാണ് അറിയുന്നതായിട്ടുള്ളത്. ഈ ഒരു കമ്മീഷൻ അതിന്റെ ഫൈനൽ റെക്കമെൻഡേഷൻ ഒക്ടോബർ 31 നൽകുക. അത് 2026-27 സാമ്പത്തിക വർഷം മുതൽ ഈ ഒരു ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ നിലവിൽ വരും. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് നിലവിലുള്ള ടാക്സ് ഡെവല്യൂഷൻ 41% നിന്ന് 40% കുറക്കാൻ വേണ്ടിയിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഇത് സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെന്റിന് വലിയ ലാഭം ഉണ്ടാക്കും. അപ്പോൾ ഇത് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യും എന്നുള്ളതാണ് കരുതുന്നതായിട്ടുള്ളത്. അതിനുശേഷം ഫിനാൻസ് കമ്മീഷൻ നൽകും എന്നുള്ളതാണ്. 1% റിഡക്ഷൻ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് ഏകദേശം 350 ബില്യൺ ഇന്ത്യൻ രൂപയുടെ ലാഭമാണ് ഉണ്ടാവുക. ഇത് സ്വാഭാവികമായിട്ടും സംസ്ഥാനങ്ങൾക്ക് അത്രയും ഫണ്ട് കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, മണിപ്പൂരിൽ നമുക്കറിയാം പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്തു, കലാപമെല്ലാം അടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മേത്തിയിലെ ആർമഡ് ഗ്രൂപ്പുകൾ അവരുടെ ഫയർ ആംസ് വെടിക്കോപ്പുകളും മറ്റുമൊക്കെ സറണ്ടർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വരുന്നത്. അതായത് സമാധാനം മെല്ലെ മണിപ്പൂരിൽ പുലരുകയാണ്, സമാധാനം വരികയാണ് എന്നുള്ള രീതിയിലുള്ള ഇൻഡിക്കേഷൻസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഈ ഒരു ഉക്രൈനുമായിട്ടുള്ള സമാധാന ഉടമ്പടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയോ കൊളോണിയൽ അജണ്ടയാണ് എന്നുള്ള രീതിയിലുള്ള എഡിറ്റോറിയൽ ആണ് വന്നത്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഉക്രൈനുമായിട്ട് സമാധാനം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഉക്രൈന് നൽകിയിട്ടുള്ള സഹായത്തിന് പകരമായിട്ട് അവിടുത്തെ ക്രിട്ടിക്കൽ മിനറൽ റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ അനുവദിക്കണം എന്നുള്ള കരാർ അമേരിക്ക ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അമേരിക്ക ഇത്രയും നേരം ഉക്രൈനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവിടുത്തെ മിനറൽ റിസോഴ്സസിലെ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത്തരത്തിലുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻ ജയന്റ് പൗച്ച്ഡ് റാറ്റുകൾ, ഈ ഒരു എലികൾ എന്ന് പറയുന്നത് TB കുറിച്ചുള്ള സ്റ്റഡീസിൽ വളരെ യൂസ്ഫുൾ ആയി മാറുന്നുണ്ട് എന്നുള്ള സംബന്ധിച്ചാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ട്യൂബർകുലോസിസിനെ കുറിച്ചും അതിന്റെ സ്പ്രെഡിനെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഓൾറെഡി ട്യൂബർകുലോസിസ്, ക്ഷയരോഗം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഗ്ലോബൽ സ്പ്രെഡ്, ഇന്ത്യയിൽ ഉള്ള സാഹചര്യങ്ങൾ തുടങ്ങിയിട്ടുള്ളവ. അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ 2025ഓടൊക്കെ TBനെ ഇറാഡിക്കേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നതായിട്ടുള്ളത്. ഗ്ലോബൽ ടാർഗറ്റ് 2030 കൂടിയാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ ഒരു റാറ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ആഫ്രിക്കൻ ജയന്റ് പൗച്ച്ഡ് റാറ്റ് എന്നുള്ളത് TB ഡയഗ്നോസിസിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തൊരു വാർത്ത, ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയും US തമ്മിലുള്ള ഡിഫൻസ് ടൈസിൽ എന്ത് മാറ്റമാണ് ഉണ്ടായെന്നുള്ളതാണ്. നമ്മൾ കണ്ടു പുതിയ ആധുനികമായിട്ടുള്ള ടെക്നോളജീസ്, ഈവൻ
ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെ ഇന്ത്യക്ക് നൽകാം എന്നുള്ള രീതിയിലാണ് US പറഞ്ഞിട്ടുള്ളത്, ട്രംപ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് അമേരിക്കക്ക് അഡ്വാൻറ്റേജ് ആണ്, അവർക്ക് താരിഫുകളൊക്കെ കുറച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ കുറെ ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കണം തന്നെ. അപ്പൊ അമേരിക്കയുടെ ട്രേഡ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അമേരിക്കയുടെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലുമാണ് ട്രംപിന്റെ സ്റ്റെപ്പുകൾ പോകുന്നതായിട്ടുള്ളത്. പക്ഷെ ഇന്ത്യയുമായിട്ട് കൂടുതൽ ഡിഫൻസ് കോപ്പറേഷന് വേണ്ടിയിട്ട് ട്രംപ് റെഡിയാവുന്നുണ്ട്, തയ്യാറാവുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുള്ള. അടുത്തൊരു വാർത്ത ഉത്തരാഖണ്ഡ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടാണ്. അവിടെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നിട്ട് ഇത് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി റിവ്യൂ ചെയ്യുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ ജനിക്കുന്ന കുട്ടികളെയും ലിവ് ഇൻ റിലേഷൻഷിപ്പിലൊക്കെ ജനിക്കുന്ന കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയോട് ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് പറഞ്ഞത്. ഏതായാലും ഈ ഒരു UCCയുമായി ബന്ധപ്പെട്ട് യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള വാദം നടക്കുന്നുണ്ട്. ഈ ഒരു വിഷയം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ടുണ്ടായിരുന്നത്. പലതും നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളുടെ ആവർത്തനം തന്നെയാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാതിരുന്നത്. അതിനുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.